സ്വരാജ് അവിടെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നില്ല. സാക്ഷാൽ കുഞ്ഞാലി ജയിച്ച മണ്ണാണ്, കുഞ്ഞാലിയുടെ ചോര വീണ മണ്ണാണ്. പി ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചു. എങ്കിലും പിന്നീട് ടി കെ എംസി അടക്കം നമ്മൾ കണ്ടത് CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണങ്ങളാണ്. ഇക്കുറി അത് വേണ്ട, പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി, അതും ഒരു സെക്രട്ടേറിയറ്റ് അംഗം മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയത് എന്തുകൊണ്ടാണ് ശ്രീ എം സ്വരാജ്? നിലമ്പൂരിൽ സ്വതന്ത്രരെ മാത്രമല്ല, നിലമ്പൂർ നിയമസഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നിരവധി തവണ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പാർട്ടി ചിഹ്നത്തിലോ അല്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിലോ മാത്രം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ള ഒരു മണ്ഡലമേ അല്ല. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചു, ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ശ്രീ എം സ്വരാജ്, ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളും അവിടുത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ കാണുന്ന പുതിയ കാല രാഷ്ട്രീയത്തിൽ നേതാക്കൾക്കിടയിലുള്ള രാഷ്ട്രീയ സൗഹൃദം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതോ ശരിക്കും വൈരം തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് ഇന്നത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ല സുഹൃത്താണ് എന്ന് പറയുന്നുണ്ട്, താങ്കളുടെയും സുഹൃത്താണ്. അപ്പോൾ CM സ്വരാജ്, താങ്കൾക്കറിയാം വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിലമ്പൂർ കാണാൻ പോകുന്ന തീവാറും പോരാട്ടമാണ്. ഒരു തർക്കം വേണ്ട, തീവാറും പോരാട്ടമാണ്. ആ തീവാറും പോരാട്ടത്തിൽ തമ്മിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദം ഏതെങ്കിലും തരത്തിൽ ഉൾവലിയതിന് കാരണമാവുമോ CM സ്വരാജ്? ഞാനങ്ങനെ കരുതുന്നേയില്ല, ഒരിക്കലുമില്ല. നമ്മൾ തെരഞ്ഞെടുപ്പിലെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ദ്വന്ദ്വ യുദ്ധമായിട്ടൊന്നും ചിത്രീകരിക്കരുത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചില രീതികളുടെയൊക്കെ ഭാഗമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി. വളരെ കാലമായിട്ടുള്ള പരിചയവും അടുത്ത പരിചയവും സൗഹൃദവും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഈ അടുത്ത ദിവസം കൂടി ഞങ്ങൾ കണ്ടിരുന്നു, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രഖ്യാപനത്തിന് മുൻപ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്തതാണ്. വ്യക്തിപരമായ പരിചയങ്ങൾക്കും സൗഹൃദത്തിനും ഒന്നും ഒരു വിഘാതവും തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ചു എന്നതുകൊണ്ടുണ്ടാവില്ല. നമുക്ക് മനുഷ്യർക്കിടയിലുള്ള ഐക്യവും സാഹോദര്യവും തന്നെയല്ലേ പ്രധാനം. നിലപാടുകളിൽ വിയോജിപ്പുണ്ടാവും, എതിർപ്പുണ്ടാവും, സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ശക്തമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും എനിക്കുണ്ട്, തിരിച്ചും ഉണ്ടാവുമല്ലോ. അതൊക്കെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ശരി, രാഷ്ട്രീയത്തിനപ്പുറം ഒരു വൈരം വെച്ച് പുലർത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ശ്രീ എം സ്വരാജ്, എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് ബൈ ഇലക്ഷൻ ആവട്ടെ അല്ലാതാവട്ടെ, ഭരിക്കുന്ന പാർട്ടിയോട് ഉയരുന്ന ചോദ്യം ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യം അത് സ്വാഭാവികമാണ്. അത് പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടു, അത് തൃക്കാക്കരയിൽ നമ്മൾ കണ്ടു, ഏറ്റവും കൂടുതൽ പാലക്കാട്ടടക്കം ആ ചോദ്യം ഉയരുന്നതും ആ ചോദ്യത്തിന് കൃത്യതയോടെയും അല്ലാതെയും ഒക്കെയുള്ള മറുപടി നമ്മൾ കേട്ടതുമാണ്. ഇപ്പോൾ ഇന്ന് താങ്കളുടെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ തുടക്കത്തിൽ പറയുന്നത് ഇത് മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ഭരണ തുടർച്ചയുടെ ആദ്യ വാതിൽ തുറക്കലാണ് എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ഇത് ഈ സർക്കാരിന്റെ ഭരണ വിലയിരുത്തലാകും എന്ന് നിലമ്പൂർ LDF സ്ഥാനാർത്ഥിക്ക് ഉറപ്പുണ്ട് അല്ലേ ശ്രീ എം സ്വരാജ്? ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ജനങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. ഒപ്പം ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന അങ്ങേയറ്റം അനീതി നിറഞ്ഞ നിലപാട്, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കൽ, മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള വെല്ലുവിളി, അക്കാര്യത്തിൽ LDF സ്വീകരിക്കുന്ന ഉറച്ച നിലപാട്, ഈ കാര്യങ്ങളെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. ശ്രീ എം സ്വരാജ്, ഇവിടെ PV Anwar ഇപ്പോഴും മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. നേരത്തെ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ PV Anwaruമായി താങ്കൾക്ക് നല്ല സൗഹൃദമുണ്ട് എന്നാണ് എൻ്റെ ധാരണ. പോട്ടെ, സൗഹൃദത്തിനപ്പുറം PV Anwar ഫാക്ടർ എങ്ങനെ സ്വാധീനിക്കും, താങ്കൾ എത്രത്തോളം അത് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എത്രത്തോളം സ്വാധീനിക്കുമെന്നാണ് ശ്രീ എം സ്വരാജ് കരുതുന്നത്? PV Anwar മത്സരിക്കുന്നതാണോ മത്സരിക്കാതിരിക്കുന്നതാണോ LDF-നും LDF-ന്റെ സ്ഥാനാർത്ഥിക്കും വിജയസാധ്യതയ്ക്ക് നല്ലത് ശ്രീ എം സ്വരാജ്? ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് അത്രയധികം ഉത്കണ്ഠപ്പെടുന്നതേയില്ല. ഏതൊരാൾക്കും എന്ന പോലെ അദ്ദേഹത്തിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ അദ്ദേഹവുമായിട്ടും വളരെ അടുത്ത പരിചയവും സൗഹൃദവും എല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം ഒരു നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുമില്ല. അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഓക്കെ ശ്രീ എം സ്വരാജ്, ഇത് താങ്കളുടെ മണ്ണിൽ നടക്കുന്ന ഒരു മത്സരമാണ്, ഒന്നത്. രണ്ട്, ഈ പറയുന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കൾ എടുക്കുന്ന ഒരു യുദ്ധവിരുദ്ധ നിലപാടുണ്ട്. ആ സമയം ഓർത്തു നോക്കണം, നമ്മളിവിടെ ഒരു യുദ്ധത്തിൻ്റെ മുഖത്ത് നിൽക്കുന്നത് പോലെ പാകിസ്ഥാൻ ഉചിതമായ പാഠം പഠിപ്പിക്കണം എന്ന നിലപാടിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും, ഞാനടക്കം,
എം സ്വരാജ്, താങ്കളുടെ നിലപാട് ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഭീതി ഒഴിഞ്ഞുപോയി. അതിനുശേഷം ഇപ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു യുദ്ധമുണ്ടാക്കുന്നത് ഇരുപക്ഷത്തെയും നാശങ്ങൾ മാത്രമാണ്, ഇരുപക്ഷത്തും അസമാധാനങ്ങൾ മാത്രമാണ്, ഇരുപക്ഷത്തും അസ്വസ്ഥതകൾ മാത്രമാണ് താങ്കൾ എഴുതിയത്. ഇപ്പോൾ വായിക്കുമ്പോൾ ഇറ്റ് മേക്ക് സെൻസ്. ശ്രീ എം സ്വരാജ്, ഞാൻ ചോദിക്കുന്നത് ആ യുദ്ധവിരുദ്ധ നിലപാടിലടക്കം, പലസ്തീൻ വിഷയത്തിലെ നിലപാടിലടക്കം, ഹമാസ് വിഷയത്തിലെ നിലപാടിലടക്കം, ഈ ബാബരി മസ്ജിദിന്റെ വിധി വരുമ്പോൾ ഏറ്റവും ആദ്യം നിലപാട് പറയുന്ന ആൾ ശ്രീ എം സ്വരാജാണ്. അങ്ങനെ പല നിലപാടുകളുടെ പേരിൽ താങ്കൾ ഒരുപാട് കല്ലെറി കൊണ്ടുണ്ട്. പക്ഷേ നിലമ്പൂർ പോലും മണ്ഡലത്തിൽ ഞാൻ വ്യക്തിപരമായി ന്യൂനപക്ഷം, ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏതെങ്കിലും മതം എന്നൊന്നും വേർതിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ദൗർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയം അങ്ങനെ ആയതുകൊണ്ട് ഏത് തരത്തിലാകും താങ്കളുടെ നിലപാടുകൾ അവിടെ സ്വാധീനിക്കപ്പെടുക എന്നാണ് ശ്രീ എം സ്വരാജിന്റെ ധാരണ? ഞാൻ തെരഞ്ഞെടുപ്പുകളെ അങ്ങനെ വിലയിരുത്തുന്ന ഒരാളെയല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വ്യത്യസ്ത നിലപാടുണ്ടെന്ന് കരുതണ്ട. LDF അങ്ങനെയല്ല. ഞങ്ങൾ വോട്ടർമാരെയാണ് കാണുന്നത്, ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട വോട്ടറെയല്ല. സ്വാഭാവികമായും എല്ലാ വോട്ടർമാരും ജനിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പശ്ചാത്തലമുള്ള കുടുംബത്തിലായിരിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ അതൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രത്യേകതകളാണ്. രാഷ്ട്രീയത്തിൽ അതിനൊന്നും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പാടില്ല. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ കാണാൻ, വിലയിരുത്താൻ, വോട്ടർമാരെ തുല്യമായി പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരമൊരു നിലപാടാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതെന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. ശരി ശ്രീ എം സ്വരാജ്, പക്ഷേ താങ്കൾ മത്സരിക്കാൻ പോകുന്നത് നിലമ്പൂരേക്കാണ്. നാളെ താങ്കളവിടെ തീവണ്ടി ഇറങ്ങുകയാണ്. വലിയ സ്വീകരണമൊക്കെ അവിടെ LDF-ഉം CPM ഒക്കെ ഒരുക്കുന്നുണ്ട്. ശ്രീ എം സ്വരാജ്, ആ നിലമ്പൂരേക്ക് പോകുമ്പോൾ, നിലമ്പൂർ മണ്ഡലം ഒരു മലയോര മണ്ഡലമാണ്, താങ്കൾക്ക് എന്നെക്കാൾ നന്നായി അറിയാം. അവിടെ ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യമൃഗശല്യം ഈ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ സാധാരണ രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം ആ മേഖലയുടെ വന്യമൃഗശല്യം ഉറപ്പായും സജീവ രാഷ്ട്രീയ ചർച്ചയാകാൻ പോകുന്ന വിഷയമാണ് എന്ന് താങ്കൾക്കറിയാം. അപ്പോൾ വന്യമൃഗശല്യം അവിടുത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അക്കാര്യത്തിൽ നിലമ്പൂരുകാരനായ എം സ്വരാജിന്റെ ടേക്ക് എങ്ങനെയാണ് ശ്രീ എം സ്വരാജ്? സ്വാഭാവികമായും ജനങ്ങൾ ചർച്ച ചെയ്യും. നമ്മളൊരു വിഷയം ചർച്ചയാക്കാൻ ശ്രമിക്കുക എന്നതല്ല, സ്വാഭാവികമായി ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. പല ആളുകളും ഈ ദുരന്തത്തിന് ഇടയായിട്ടുണ്ട്. അതിൽ ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരോട് സൗഹൃദം കാണിക്കുന്ന നിയമമാണ് ഉണ്ടാവേണ്ടത്. നിർഭാഗ്യവശാൽ വന്യജീവി സംരക്ഷണ നിയമം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കേന്ദ്ര നിയമമാണ്. ആ നിയമം മനുഷ്യന്റെ സ്വത്തിനും ജീവനും മതിയായ പ്രാധാന്യം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നിയമമല്ല. അതിൽ ഭേദഗതി ഉണ്ടാവേണ്ടതുണ്ട്, മാറ്റമുണ്ടാവണം. മലയോര മേഖലയിലെ മനുഷ്യർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ, കൃഷി ചെയ്യാൻ ഒക്കെ സാധിക്കണം. അപ്പോൾ അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി എത്ര ശക്തമായ നിലപാടാണ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. മലയോര മേഖല ആ നിലപാടിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അത് മലനാടിന്റെ ആഗ്രഹമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. എല്ലാ കാര്യം ചർച്ചയാവട്ടെ. ഞാൻ പറഞ്ഞ നല്ല കാമ്പുള്ള, കേവലം വാക്പോരുകൾക്കപ്പുറം നല്ല കാമ്പുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവട്ടെ. ശ്രീ എം സ്വരാജ്, BJP ഇപ്പോഴും സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന കാര്യം അറിയില്ല. ഇപ്പോഴത്തെ അല്പസമയം മുമ്പ് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് മത്സരിക്കാതിരിക്കലും ഒരു രീതിയാണ്, അവിടെ പോയി ശക്തി കളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് പോയ കാലം നിലമ്പൂരിൽ BJP കിട്ടിയ വോട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ശക്തിയില്ല, അത് ന്യൂനപക്ഷ മേഖലയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. BJP മത്സരിക്കുമില്ല ഉറപ്പില്ല. BJP മത്സരിച്ചാൽ അല്ലെങ്കിൽ BDJS ഉണ്ടെങ്കിൽ LDF-ന്റെയും എം സ്വരാജിന്റെയും എതിരാളി UDF ആണോ അതോ NDA ആയിരിക്കുമോ? തീർച്ചയായിട്ടും UDF-നെയാണ്. UDF ആണ് അവിടെ എതിരാളി. BJP-യുടെ കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കുന്നു. സാധാരണ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിച്ചില്ലല്ലോ. പക്ഷെ എല്ലായിടത്തും അവർ മത്സരിച്ചല്ലോ. ജയിക്കുന്ന മണ്ഡലത്തിലോ ജയസാധ്യതയുള്ള മണ്ഡലത്തിലോ മാത്രമല്ല, കുറച്ചു നാളായി എല്ലാ മണ്ഡലങ്ങളിലും BJP മത്സരിക്കാറുണ്ട്. അങ്ങനെയുള്ള BJP-ക്ക് പൊടുന്നനെ നിലമ്പൂരിൽ മത്സരിക്കണ്ട എന്ന് തോന്നുന്നു എന്നെനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ വാർത്തകളിൽ നിന്ന് പറയുകയാണ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നാട് ശരിയായി ചർച്ച ചെയ്യും, വിലയിരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ശ്രീ എം സ്വരാജ്, താങ്കൾക്ക് നല്ല രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയട്ടെ. നല്ല രാഷ്ട്രീയ സംവാദങ്ങൾ വരുന്ന 20 ദിവസം അവിടെ ഉണ്ടാവട്ടെ. വിജയാശംസകൾ ശ്രീ എം സ്വരാജ്. നന്ദി.